ആഗോളതലത്തിൽ ട്രംപിന് വലിയ 2 തിരിച്ചടി നേരിട്ട ദിവസം കൂടിയാണിന്ന്. യുദ്ധത്തിൽ പെട്ടുകിടന്ന് വട്ടം കറങ്ങുകയാണ് മെച്ചമ്പി. ഇറാനിൽ പെട്ടുകിടക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ മറ്റ് 2 കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഒന്ന്, കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പുതിയ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ നിലപാടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ട്രംപിന് സുരക്ഷാ ഉപകരണങ്ങൾക്കും തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി എല്ലാ ചെലവിൻ്റെയും $1 7 സെൻറ്റ് വീതം നൽകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ആ പണി ഞങ്ങൾ നിർത്തുകയാണെന്ന് പറഞ്ഞു. ഇനി മുതൽ ട്രംപ് മുതലാളിക്ക് കപ്പം നൽകാൻ ഞങ്ങളില്ല. അതിന് കാനഡയുടെ ആഭ്യന്തര വളർച്ചയും അതിൻ്റെ ഉൽപ്പാദനവുമെല്ലാം ഞങ്ങൾ തന്നെ നോക്കും. ട്രംപിൻ്റെ സഹായം ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇറാൻ്റെ ഒരു വിറപ്പിക്കൽ കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല നിൽക്കുന്നത്, യൂറോപ്പിലെ ഒരുപാട് പേർക്ക് ശ്വാസം നേരെ വീണു. അമേരിക്കൻ ആധിപത്യത്തിന് കപ്പം കൊടുത്തു മാത്രം നിലനിന്നിരുന്നവർ ഇനി പുതിയൊരു ലോകക്രമത്തിനു വേണ്ടി, പുതിയൊരു നിലപാടിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടാൽ, റീഡിഫൈൻ ചെയ്യപ്പെട്ടാൽ അത് ഒരു പുതിയ ലോകത്തിന് വഴിതെളിക്കും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാനഡയൊക്കെ ഈ അമേരിക്കയുടെ ഒരുതരം മാനസിക അടിമകളെപ്പോലെ അവർ സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് കപ്പം കൊടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സ്ഥിതി ഇനി തുടരാനില്ല എന്നാണ് പരസ്യമായി നയരൂപീകരണ സമിതിയിൽ മാർക്ക് കാർണി എന്ന കനേഡിയൻ പ്രധാനമന്ത്രി പ്രസ്താവിച്ചത്. ഞങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങൾ തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പറയുന്നത്. മച്ചമ്പിയെ സംബന്ധിച്ചിടത്തോളം നാറ്റോയിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പിടുത്തം വിട്ട നിലയിലാണ്. പിന്നെ UK-യും അതുപോലെ ജർമ്മനിയും ഇറ്റലിയും അടങ്ങുന്നവരാരും ഒരു പുല്ലിന് പോലും വില വെക്കുന്നില്ല. ഇന്ന് ഇറ്റലി ട്രംപ് മാർപ്പാപ്പയെ തെറി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ ലോകം മാർപ്പാപ്പയോടൊപ്പമാണെന്നും മാർപ്പാപ്പയ്ക്ക് ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അവകാശമുണ്ടെന്നും ഉറക്കെ പറഞ്ഞത് ഇറ്റലിയാണ്. മറ്റേത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എല്ലാവരുടെയും കൂടി ശബ്ദമാണ്. അതിനു മുകളിൽ ആർക്കും പറയാൻ ധൈര്യമുണ്ടായില്ല. പക്ഷേ ഇപ്പം ആ ധൈര്യമുണ്ടായി വരുന്നു. ഇനി മറ്റൊരു മാറ്റം ലോകത്തുണ്ടായിരിക്കുന്നത് ഹംഗറിയിലെ ഭരണമാറ്റമാണ്. ഹംഗറിയിൽ 16 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്നത് ട്രംപിൻ്റെ ഒക്കച്ചങ്ങായിയും ഒരടിമയുമായ വിക്ടർ ഓർബനായിരുന്നു. കുടിയേറ്റക്കാരോട് ഏറ്റവും മൃഗീയമായി പെരുമാറുകയും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തോട് നിർദാക്ഷിണ്യം പെരുമാറുകയും ചെയ്ത, യാതൊരു ഇളവും നൽകാത്ത യാഥാസ്ഥിതികത്വത്തിൻ്റെ ഏറ്റവും മൂർത്തിമദ്ഭാവമായ അധികാരത്തിൻ്റെ അഹങ്കാരിയായിരുന്നു വിക്ടർ ഓർബൻ. ഈ വിക്ടർ ഓർബൻ ട്രംപിൻ്റെ സ്വന്തമായിരുന്നു. ട്രംപ് പല തെരഞ്ഞെടുപ്പ് വേദികളിലും വിക്ടർ ഓർബനെക്കുറിച്ച് പരാമർശിക്കുകയും അഭിമാനം കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹംഗറിയിലെ ജനത ഈ ഫെഡസ് എന്ന് പറയുന്ന വിക്ടർ ഓർബൻ്റെ പാർട്ടിയെ കടമുഴക്കി എറിഞ്ഞ ശേഷം പീറ്റർ മഗ്യാർ എന്ന് പറയുന്ന ഒരു കാലത്ത് ഫെഡസ് പാർട്ടിയുടെ ഒരു പ്രധാനിയായിരുന്ന, കുറേ കൂടി ചെറുപ്പക്കാരനായ, റെസ്പെക്റ്റിനും ഫ്രീഡത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് തന്നെ ടിസ പാർട്ടി എന്നാണ്, റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം പാർട്ടി. ആ പാർട്ടിയുടെ നേതാവായ പീറ്റർ മഗ്യാറാണ് ഈ ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമല്ല. യൂറോപ്യൻ യൂണിയനിൽ ട്രംപിൻ്റെ അടിമയായി എല്ലാ തീരുമാനങ്ങൾക്കും ഒത്താശ വെച്ചു കൊടുക്കുന്ന ഒരു രാജ്യം കൂടി മോചിതമാവുകയാണ്, സ്വതന്ത്രമാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകക്രമത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി മാറേണ്ടത് മിഡിൽ ഈസ്റ്റാണ്. ട്രംപിനെ ആശ്രയിച്ചാൽ എല്ലാം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് നിന്ന് മാറി റഷ്യയും ചൈനയും ഒക്കെ നേതൃത്വം നൽകുന്ന, കുറേ കൂടി വിശ്വസനീയമായ, ഇത്രമേൽ വെളിവുകേട് കാണിക്കാത്ത ഒരു സഖ്യ സംവിധാനത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന, ഈ ഇസ്രയേലി താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ആക്രമിച്ച് ദുർബലപ്പെടുത്താത്ത ഒരു വ്യവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൻ്റെ ശാശ്വതമായ ഒരു പുരോഗതിക്ക് കാരണമാവുകയുള്ളൂ എന്നതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് ആ വഴിക്കുള്ള ചിന്തയ്ക്ക് ഈ ട്രംപിൻ്റെ പ്രവൃത്തിയും ഇറാൻ്റെ ചെറുത്തുനിൽപ്പും വഴിതെളിക്കുമെന്നാണ് യൂറോപ്പിലെ പോലും ശബ്ദങ്ങൾ സൂചിപ്പിക്കുന്നത്.